എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇന്നലെ റിലീഫ് ചെയ്ത രാവണപ്രഭു എന്ന ചിത്രമാണ്. അപ്പം മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികനും ഒക്കെ നിറഞ്ഞാടിയ ചിത്രം ഇന്നലെ ആഘോഷത്തിൻ്റെ രാവുകളായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തായിട്ട് എടുക്കുന്ന ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം ഈ ആഘോഷത്തിൻ്റെ രാവുകൾ സമ്മാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞ് സ്പെഷ്യൽ ഷോകൾ വരെ രാത്രി നൈറ്റിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ എറണാകുളം കവിതാ തിയേറ്റർ ഉടമ പറയുന്നത് കേട്ടു. ഇന്നത്തെ ഷോകളെല്ലാം ഹൗസ്ഫുള്ളായി മാറി. അപ്പം നാളത്തെ ഷോകളും ഹൗസ്ഫുള്ളായി. അങ്ങനെ മലയാളത്തിൽ ഇന്നലെ റിലീഫ് ചെയ്ത പല ചിത്രങ്ങളുണ്ട്. അതുപോലെ 300 കോടി നേടിയ നമ്മുടെ ലോകയുണ്ട്. അതുപോലെ അന്യഭാഷാ ചിത്രമായ കാന്താര ഓടുന്നുണ്ട്. അപ്പം ഇന്നലെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് മലയാളത്തിൽ നിന്ന് കാന്താര എന്ന ചിത്രമാണ്. അത് സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് മാറുന്നു. 500 കോടിയും കടന്നാണ് അതിൻ്റെ യാത്ര. അപ്പോൾ റിലീഫ് ചിത്രമായ രാവണപ്രഭു എന്ന ചിത്രമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് മറ്റു നടന്മാരെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത്. നമ്മൾ ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് അതൊരു നിസ്സാര കാര്യമല്ല. അവർക്ക് അത്ഭുതവുമില്ല. 300 കോടി നേടിയ ലോകം പോലും 3ാം സ്ഥാനത്തപ്പെട്ട് രാവണപ്രഭു 2ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകളൊക്കെ നോക്കുന്നത്. ട്രാക്കർമാരുടെ കണക്കുകൾ കൃത്യമായിട്ട് നൈറ്റ് ഷോകളൊക്കെ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് വരുന്നില്ല. ആദ്യ ദിനം ഈ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 36 ലക്ഷം രൂപ നേടിയ ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 70-75 ലക്ഷം നേടിയിട്ടുണ്ട് എന്നാണ് ട്രാക്കർമാർ പലരും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ നൈറ്റ് ഷോകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർട്ട് ചെയ്ത ഷോകളുടെയും സ്പെഷ്യൽ നൈറ്റ് ഷോകളൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പം അതിനും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫോറം കേരള ട്രാക്കർമാരായ കേരള ഫോറം പുറത്തുവിട്ട കണക്ക് 70-75 ലക്ഷം റേഞ്ചിലാണ് നേടിയിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് റിലീഫ് ചിത്രങ്ങളിലെ 1ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് സ്ഫടികം എന്ന ചിത്രമാണ്. സ്ഫടികം എന്ന ചിത്രം നേടിയതിൻ്റെ കുറവാണ് രാവണപ്രഭു നേടിയത് എന്നാണ് പറയുന്നത്. സ്ഫടികം ലാർജ് സ്കെയിലിൽ അതുപോലെ തിയേറ്ററിൻ്റെ എണ്ണമൊക്കെ കൂടുതലായിരുന്നു. അപ്പം 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാവണപ്രഭു എന്ന ചിത്രമാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചോട്ടാ മുംബൈ. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദേവദൂതൻ. ഈ 5 ചിത്രങ്ങൾ എടുത്തപ്പം 5 ചിത്രങ്ങളും മോഹൻലാലിൻ്റെയാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് ഈ 5 ലാലേട്ടൻ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ റിലീഫ് ചിത്രങ്ങളായിട്ട് എത്തിയിട്ടത്. ബാക്കിയെല്ലാം മറ്റു നടന്മാരുടെയൊക്കെയാണ്. അവിടെ അതൊന്നും ഒരു ഓളോ ഫിഷിക്കാൻ പലതും 1 കോടി പോലും തയ്ക്കാൻ ലക്ഷങ്ങൾ തന്നെ തയ്ക്കാൻ പാടുപെടുന്ന കാഴ്ചയും നമ്മൾ കാണും. അപ്പോൾ ഇന്നത്തെ ബുക്കിംഗ് നമ്മൾ നോക്കുമ്പോഴും ഇന്നത്തെ ബുക്കിങ്ങും കാണുന്നത് അത് തന്നെയാണ്. മലയാളത്തിലെ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന മലയാള സിനിമയിലെ കാന്താര ഒഴിച്ച് മലയാള സിനിമയിലെ ഇന്നത്തെ ബുക്കിംഗ് നോക്കുമ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായി ഇന്നും നമ്പർ 1 ആയിട്ട് തുടരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാന്താര വേറെ ലെവലിൽ നമ്മൾ ചിന്തിക്കണം. കാന്താര മലയാളത്തിൽ നിന്ന് കോടികൾ നേടുന്നുണ്ട്. കാന്താരയായിരുന്നു ഇന്നലെ 1ാം സ്ഥാനത്ത്. ഇന്നും കാന്താര തന്നെ 1ാം സ്ഥാനത്ത് എത്താനാണ് സാധ്യത. പക്ഷേ 2ാം സ്ഥാനത്ത് രാവണപ്രഭു എന്ന ചിത്രം എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രം മലയാളത്തിൽ ഇപ്പോഴും ചരിത്രമാകുന്നു, ന്യൂജൻ ആർത്തുല്ലസിക്കുന്നു എന്നൊക്കെ പറയുമ്പം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാജിക്ക് മറ്റ് ഒന്നും പറയാതിരിക്കുന്ന അല്ലല്ലേ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നു, മോഹൻലാലിനെ പറ്റി നമുക്കൊന്ന് കമൻറ്റുകളും പറയുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചിരുന്ന ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുന്നത് ഞങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് ഈ 90 കാലത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്ന മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് ഞങ്ങളിൽ കഴിഞ്ഞുള്ള മോഹൻലാൽ ഫാൻസ് ഇല്ല എന്ന് കരുതുന്നിടത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. കാരണം ന്യൂജൻ പിള്ളേർ ലാലേട്ടനെ കണ്ടു കഴിയുമ്പോൾ ആർത്ത് വിളിക്കുമ്പം അവരുടെ മുന്നിൽ നമ്മളൊന്നും ഒരു ഫാൻസും അല്ല. അവർക്കൊക്കെ മുന്നിൽ അവരൊക്കെ ലാലേട്ടനെ കാണുന്നത് വേറെ ലെവലാണ് എന്നുള്ളതാണ് ചിന്ത. അപ്പം ഞങ്ങളൊന്നും വലിയ ഫാൻസ് അല്ല, അതിനേക്കാൾ മേലെയുണ്ട് ഇവിടെ ആൾക്കാരെന്ന് പറയുന്ന രീതിയിലുള്ള തിയേറ്റർ റെസ്പോൺസാണ് പലയിടത്തു നിന്നുണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് ഇന്നത്തെ നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുവാണെങ്കിൽ ഏകദേശം
310 ഷോയിൽ നിന്ന് 18,000 അഡ്വാൻസ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 18,000-ൽ പരം ടിക്കറ്റ് വിറ്റ് മാറിയിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട് നേടിയിട്ടുണ്ട്. അന്നും ഇന്നും ഏകദേശം 70-75 ലക്ഷം റേഞ്ചിലേക്ക് ഇന്നുകൊണ്ട് ചിത്രം എത്തും. ഏകദേശം 1.5 കോടി റേഞ്ചിലേക്ക് ഇന്നുകൊണ്ട് ചിത്രം എത്തുമെന്ന് ഏകദേശം ഉറപ്പാക്കാം. ഞായറാഴ്ചത്തെയും ഏകദേശം ഇപ്പം തന്നെ 15 ലക്ഷത്തിന്, ഇന്നലെ വൈകുന്നേരം വന്ന കണക്ക് പ്രകാരം ഞായറാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ 15 ലക്ഷം നേടിയിട്ടുണ്ട് എന്ന് പറയും. പല റിലീഫ് ചിത്രങ്ങളും നേടാൻ പറ്റാത്തതാണ്. ഒരു റിലീഫ് ചിത്രം ടി വിയിലൊക്കെ കണ്ടും അടുത്തിട്ടും തിയേറ്ററിൽ നിന്ന് നേടുന്നത് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പവറൊന്ന് വേറെ തന്നെയാണ്. അത് പറയുമ്പം പലർക്കും എന്തോ ഒരു വിങ്ങലൊക്കെ ഉണ്ടാവും. അവരോട് ഞാൻ എന്ത് പറയാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ തുപ്പാക്കി എന്ന സിനിമ നമ്മുടെ വിജയുടെ ചിത്രമാണ്. ഇളയ ദളപതി വിജയുടെ ചിത്രത്തിലെ സഹോദരിയായിട്ട് അഭിനയിച്ച ദീപ്തി നായരുടെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നു അവർ ഫ്ലൈറ്റ് പിടിച്ച് ലാലേട്ടൻ്റെ ചിത്രം കാണാൻ വന്നത്. ഈ തുപ്പാക്കി എന്ന സിനിമയിലെ വിജയുടെ സഹോദരിയായിട്ട് അഭിനയിച്ച ദീപ്തി നായർ എന്ന് വ്യക്തി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവർ രാവണപ്രഭു കാണാൻ എത്തിയെന്ന് പറയുന്നത്. അവർ പറയുന്നത് പൂനെയിലും ബോംബെയിലും ഒക്കെയാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിലും എനിക്ക് ഷാരൂഖ് ഖാനെ അമീർ ഖാനേക്കാൾ ഇഷ്ടം ലാലേട്ടൻ തന്നെ ആണ് എന്ന് പറയുന്നത്. ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഫ്ലൈറ്റിൽ ഇവിടെ എത്തിയത്. അതൊരു വൈബ് വേറെ തന്നെയാണ്. ലാലേട്ടൻ ആരാധകരുടെ കൂടെ ഇരുന്ന് പടം കണ്ടു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല എന്ന് പറയുന്ന അവരുടെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മലയാള സിനിമയെന്ന് പറയുന്നില്ലേ, സാധാരണ ആൾക്കാർ മുതൽ എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികൾ വരെ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ ഈ രാവണപ്രഭു എന്ന ചിത്രം തിയേറ്ററിൽ മതിമറന്ന് ആഘോഷിക്കുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. കൂടെ അഭിനയിച്ചവരുടെ വീഡിയോകൾ, അതുപോലെ ലാലേട്ടൻ്റെ ചിത്രം രണ്ടാമത് കണ്ട സെലിബ്രിറ്റികളായ വ്യക്തികളുടെ വീഡിയോകൾ ഒക്കെ ഒത്തിരി പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ചില ആൾക്കാർക്ക് ഇപ്പോഴും കരച്ചിൽ തന്നെയാണ്. എന്ത് ചെയ്യാനാ, അവരുടെ ചിത്രങ്ങൾ ഇപ്പോഴത്തെ പുതിയ ചിത്രങ്ങളും വിജയിക്കുന്നില്ല, പഴയ ചിത്രങ്ങൾ റിലീസ് ചെയ്താലും വിജയിക്കുന്നില്ല. എന്താ അവസ്ഥയല്ലേ? അന്നേരം അവർ കരയും, നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യും, നമ്മളെ ചീത്ത വിളിക്കും. ഇതൊക്കെ സർവ്വസാധാരണയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ആ കൂട്ടരോടൊന്നും പറയാൻ പോകണ്ട. കാരണം അത് അവരുടെ വിഷമം പറഞ്ഞു തീർക്കുക എന്നേ ഉള്ളൂ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ലാലേട്ടൻ സിനിമ എനിക്ക് തോന്നുന്നു ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം ഏകദേശം നാളെക്കൊണ്ട് ഈ ചിത്രം 2 കോടിക്ക് മുകളിൽ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വമ്പൻ ഹിറ്റിലേക്കാണ് ഈ ചിത്രവും നീങ്ങുന്നത്. അങ്ങനെ ലാലേട്ടൻ്റെ തുടർച്ചയായിട്ടുള്ള റിലീസിംഗ് ചിത്രങ്ങളായ 5 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റിലേക്ക് വരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. 3 ലാലേട്ടൻ ചിത്രങ്ങൾ പുതിയതായിട്ട് റിലീസ് ചെയ്തു, അത് 3 സൂപ്പർ ഹിറ്റിലേക്ക് മാറുന്നു. ഇതിൽ പടം സ്വപ്നത്തിലെങ്കിലും ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും ഇതുപോലെ? ഏതെങ്കിലും നടന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വൻ വിജയമാണ് ലാലേട്ടൻ ചിത്രങ്ങൾ നേടുന്നത്. അഹങ്കരിക്കുകയല്ലടി, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.